ഹലോ ഗായ്സ്, ഇന്ന് ഒരു നല്ല ദിവസമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു മിസ്സിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോകുകയാണ്. ഞങ്ങളെ പഠിപ്പിക്കുന്ന ശരണ്യ മിസ്സിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണേ. അപ്പോൾ മിസ്സിൻ്റെ വീട് കോലഞ്ചേരി 10-ാം മൈലാണ്. അപ്പോൾ ഞങ്ങൾ മിസ്സിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ മിസ്സിന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ റോയൽ ബേക്കറി കയറി. മിസ്സിന് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറേ മിഠായിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിള്ളേർക്ക് കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം രാവിലെ ഒരു 10:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മിസ്സിൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ മിസ്സിൻ്റെ 2 കുട്ടികളും മിസ്സിൻ്റെ ചേച്ചിയുടെ കുട്ടികളും അതുപോലെ തന്നെ മിസ്സിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. അപ്പം മിസ്സിൻ്റെ വീട് ടൗണിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മിസ് ഞങ്ങൾക്ക് നേരത്തെ ഗൂഗിൾ മാപ്പൊക്കെ അയച്ചു തന്നായിരുന്നു. ഞങ്ങളങ്ങനെ മിസ്സിൻ്റെ വീട്ടിൽ ചെന്നു, വർത്താനമൊക്കെ പറഞ്ഞു. പിള്ളേരൊക്കെ ഭയങ്കര ജോളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന മിസ്സിൻ്റെ ഇളയ കുട്ടീനെയാണ്. അപ്പം അവിടെ നന്നായിട്ട് സംസാരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്തു. മിസ് ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നു. മിസ് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്, അടിപൊളിയായിരുന്നു. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് മിസ്സിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു സമയം ഒരു 2 മണി ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ 2 മണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെ പോകുമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം 12ഓളം കുട്ടികളുണ്ടായിരുന്നു. അതിനകത്ത് 2 പേർക്ക് 12ഓളം കുട്ടികൾ വന്നു. 2 പേർക്ക് വരാൻ പറ്റിയില്ല. കുറേ സാഹചര്യങ്ങൾ കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. വരണം അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം മിസ്സിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മെയിൻ റോഡാണ്, അവിടെ തന്നെ നിന്ന് നമുക്ക് അപ്പം തന്നെ ബസ് കിട്ടും. ഞങ്ങൾ മിസ്സിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. മിസ്സിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് അങ്ങോട്ടുള്ളൂ. ഞങ്ങൾ ഏകദേശം ഹിൽ പാലസിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഹിൽ പാലസിൻ്റെ ആദ്യം നമ്മൾ അതിൻ്റെ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം ഹിൽ പാലസ്, അതായത് നമുക്കറിയാം ഹിൽ പാലസ് ഭയങ്കര ഫേമസ് ആണല്ലോ. ഹിൽ പാലസിനെ പറ്റി അറിയില്ലാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പുരാവസ്തു മ്യൂസിയമാണ് ഹിൽ പാലസ്. അതുപോലെ തന്നെ കൊച്ചി രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഹിൽ പാലസ് പണിയെഴുപ്പിച്ചത്. ഏകദേശം 1865 ഹിൽ പാലസ് പണിതത്. ഒരു 54 ഏക്കറോളം സ്ഥലത്ത് ഏകദേശം 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന ഒരു പുരാവസ്തു മ്യൂസിയമാണ്. അപ്പോൾ ഇതിന് ഹെറിറ്റേജ് മ്യൂസിയം അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഒത്തിരി പല ടൈപ്പ് ഔഷധ സസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ നമുക്ക് ബൊഗൈൻവില്ല കാണാം. വ്യത്യസ്ത കളറിലുള്ള ബൊഗൈൻവില്ലയുടെ മരങ്ങളൊക്കെ കാണാം. പല ടൈപ്പ് പൂക്കളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ ചെന്നപ്പോൾ ചെറിയൊരു വെയിലായിരുന്നു. അപ്പം നമ്മൾ കുടയൊക്കെ ചൂടിയിട്ടാണ് നടന്നത്. അപ്പം ഞങ്ങൾ മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മടുത്തു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, പല സ്ഥലത്തു നിന്ന് തന്നെ ആളുകളുണ്ട്. ഇപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു കുളം കാണില്ലേ, ഈ കുളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ മണിച്ചിത്രത്താഴിൽ ഈ കുളം കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഇത് കുറേ പാഴിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. കുറേയൊക്കെ ക്ലിയർ ആക്കി, എങ്കിലും ചെറുതായിട്ട് പാഴി വന്ന് കൂടിയിട്ടുണ്ട് ഇവിടെ. അപ്പം കൊച്ചി മഹാരാജാവ് ശ്രീ ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് ഏകദേശം 1865 ഈ ഒരു ഹിൽ പാലസ് പണിയെഴുപ്പിച്ചത്. അതിനുശേഷം പിന്നെ 1980 കൊച്ചി രാജാവും കുടുംബവും ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറുകയും ചെയ്തു. പിന്നെ 1991 ഇത് മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കാനൊക്കെ ആരംഭിച്ചത്. ഏകദേശം ഇവിടെ ഒരു 11 ഗ്യാലറികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ, ഭയങ്കര രസമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിവിടെ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള ടൈലുകളുണ്ട്. അത്രയും വർഷം 1860 നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എന്ത് രസമുള്ള ടൈലൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ മരങ്ങളാണെങ്കിൽ ഇത്ര വർഷമായിട്ടും എത്ര പ്യുവറായിട്ടാണ് അതിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറച്ചും പൂക്കളുണ്ട്. അവിടെ ഡാലിയൊക്കെ കുറേ കാണാൻ പറ്റും. അപ്പം ഈ വഴി ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കുളം വരെ പോകുന്ന ഒത്തിരി സമയമെടുക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ കുളത്തിലേക്കാണ് പോകുന്നത്. അതെല്ലാം കണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു വരുവാണ്. നമ്മളോട് ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാവരും ഹിൽ പാലസിൽ വരണം, കാരണം അത്രയ്ക്ക് നല്ലൊരു രസമാണ് കേട്ടോ. ഇവിടെ ഒത്തിരി കപ്പിൾസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഹിൽ പാലസിൽ. കുറേ പേര് അതുപോലെ ഫോട്ടോഷൂട്ടുകൾക്ക് വന്ന ഒത്തിരി ആളുകൾ, ഞങ്ങളിവിടെ വന്നപ്പം ഫോട്ടോഷൂട്ടിന് വന്ന ഒത്തിരി പേരെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 5:45 ആയപ്പോഴാണ് ഞങ്ങൾ ഹിൽ പാലസിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഏകദേശം വീടെത്തിയപ്പോൾ അങ്ങനെ പലരുടെയും വീട് പല സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ വീട് മോറ്റുപുഴയായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു 7 മണിയായി സമയം. അപ്പോൾ ഗൈസ്, ഓക്കെ, ബൈ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക.